പറട്ടെ മതിയോ? പറ്റില്ല പഴയ പറ്റില്ലതാ. നാട്ടുകാരെ കാണിക്കാനല്ലേ, നല്ല ആരോഗ്യത്തോടെ ചെയ്യ്. ആ പറട്ടെ. തോറ്റമ്പലം നിന്റെ അച്ഛൻ. പോയി പോരെ. ഒരു വിലയും ഇല്ല നമുക്ക്, ഒരിടെ പോവാനും പറ്റില്ല. അവനൊക്കെ എന്റെ അടുത്ത് ഇത് ഇങ്ങനെ പോയാൽ നടക്കൂല. ഭയങ്കര ശോകം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഒരു വിലയും തരണില്ല തോറ്റോണ്ട്. നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത ഒരേ ഒരു പരിപാടി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവും. ആ ഒരൊറ്റ കാര്യമുള്ളൂ. എടാ എനിക്കതൊന്ന് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടാ. അതിനല്ലേ ഞാൻ ഇരിക്കണേ. അപ്പൊ എന്ത് ചെയ്യണമെന്നാ നീ പറയണ? കല്യാണം, എല്ലാ മരണം, എല്ലാ കാര്യത്തിനും, ഉദ്ഘാടനം, എല്ലാത്തിനും ഞാനും വരും. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് കാര്യം ചെയ്താലും. ഞാനിപ്പോ അതൊക്കെ ചെയ്യണുണ്ട്. അത് ഞാനല്ലേ ചെയ്യണേ. ഈ സ്ഥിരം ചെയ്യണ പരിപാടിയല്ല. നമുക്ക് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കണം, മൂന്നാം കണ്ണായിട്ട്. ശരിയാണ്, ഇപ്പൊ അതേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാരും അങ്ങനെ തന്നെ ചെയ്യണത്. നമുക്ക് തുടങ്ങാം. റെഡി? തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ആരോഗ്യത്തോടെ ചെയ്യും മനുഷ്യ. എന്തായാലും തീരുമാനമാക്കണേ. ജയിച്ചിട്ടിറങ്ങുള്ളൂ. കഥക്കല്ലേ പോട്ട്. സുധേട്ടാ, ഇതവിടെ ഇന്നലെ പ്രശ്നം എന്തുകൊണ്ടായിന്ന് പറഞ്ഞത്? ഒന്നും പറയണ്ട. ഇന്നലെ ഒന്നല്ലെന്ന് ഇടയ്ക്കിടയ്ക്കുണ്ടത്. അതെങ്ങാനും പരിഹരിച്ചില്ലെങ്കിലേ കുടുംബത്തെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ അത് അളന്ന് തിരിച്ച് മതിൽ കെട്ടിയ പ്രശ്നം സോൾവ് ചെയ്യാൻ. നിങ്ങളത് കേട്ടില്ലല്ലോ അന്ന്. അത് പ്യാരിജാതനെ അറിയാലോ. അത് എൻ്റെ അച്ഛനും സത്യശീലിന്റെ അച്ഛനും നല്ല കൂട്ടുകാരാണ്. അപ്പൊ കുട്ടിക്കാലത്ത് എന്ത് ചെയ്തു? കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോട്ടെ പറഞ്ഞു, ഇവിടെ അതിര് വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാനും അത് അങ്ങനെ ഇട്ടതാ. ഇപ്പൊ കുറച്ച് ചീര നടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചീര നട്ടപ്പോഴാണ് ഇവൻ കലി തുള്ളിയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, ഇന്റെ സ്ഥലത്താണ് ചീര നട്ടെന്ന് പറഞ്ഞിട്ട്. അതെല്ലാവർക്കും അറിയണതാണേ. ഇവൻ അതിന്റെ അപ്പുറത്തൊരു തെങ്ങുണ്ട്. ആ തെങ്ങാണ് അതിരെന്നും പറഞ്ഞിട്ട് എന്റെ സ്ഥലം പിടുങ്ങാനുള്ള പരിപാടിയാ. ഇത് തന്നെയല്ലേ കൊല്ലങ്ങളായിട്ട് സൂതേട്ടൻ പറഞ്ഞോണ്ടിരിക്കണ. അത് അയാൾ സമ്മതിക്കണ്ടേ? അറിയാലോ, ഇപ്പുറത്ത് നിൽക്കണ ആഞ്ഞിലിയാണ് അതിര്. കുളത്തിന്റെ നടുക്ക് കൂടെ ആരെങ്കിലും അതിര് കെട്ടു? കുളം കഴിഞ്ഞിട്ടാണ് ആർക്കും അറിയാം. ആ പൊട്ടൻ അത് അറിയില്ല. ഇത് പരിഹരിക്കാണ്ട് ഒരു രക്ഷയില്ല. ആരെങ്കിലും ഒരാൾ മരിക്കും. അത്രയും ഭയങ്കര. അല്ല, ഇന്നലെ അവിടെ അടിയുണ്ടായി, വെള്ളം ഉണ്ടായി. ഞാനിവിടെ എന്താ അറിയോ? അപ്പൊ പറഞ്ഞു, രാഘവേട്ടനാണ് പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ പറ്റില്ല, അത് ഒത്തുതീർപ്പാക്കണം. അവിടെ നമുക്ക് കൗൺസിലറെ കണ്ടിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാം. അതെ രാഘവേട്ട, എന്ത് ബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അതിർത്തി തർക്കവും കാശിന്റെ കാര്യത്തിലും ആളുകൾ തല്ലിച്ചാ. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലോട്ട് നമ്മുടെ വാർഡിൽ എന്തോരം ഞാൻ ഇടപെട്ടതാണ്. ഇതും ഞാൻ പരിഹരിച്ചാനേ. പക്ഷെ രണ്ടുപേരും അടുക്കണ്ടേ. രാഘവേട്ടനാണ് ഇടപെട്ട് പറഞ്ഞത്, ഇത് ഇനി ഇങ്ങനെ പ്രശ്നം മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് മെമ്പറെ വിളിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ. അതെ ഈ കോയ മെമ്പർ എപ്പോഴാ മെമ്പറായി നമുക്ക് അറിഞ്ഞൂടെ? കോയ മെമ്പറൊക്കെ രാഘവേട്ടനെ അറിയാല്ല. എങ്ങനെ പരിഹരിക്കാനാണ് അയാളൊക്കെ?